സൺസ്ക്രീൻ. നമ്മുടെ കേരളത്തിൽ വളരെയധികം ചൂടുള്ള കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് സമ്മറിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓർ വി ഷുഡ് സേ വി ആർ ഓൾറെഡി ഇൻ ദ മിഡിൽ ഓഫ് സമ്മർ. അപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി നോൺ നെഗോഷ്യബിൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് തോന്നാറുണ്ട്. എങ്ങനത്തെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത്? ഒത്തിരി ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സയന്റിഫിക്കലി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ബേസിക് ആയിട്ട് ചിന്തിക്കൂ. നമ്പർ 1, നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ SPF കണ്ടന്റ് എത്രയാണെന്നുള്ളതൊന്ന് നോക്കുക. അതായത് 50+ ആണ് എപ്പോഴും നല്ലത്. 50+ഓ അതിൽ മുകളിലോട്ടോ ആണെങ്കിൽ അത്രയും നല്ലത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് സൺസ്ക്രീൻ, ഫിസിക്കൽ സൺസ്ക്രീൻ ആണോ, കെമിക്കൽ സൺസ്ക്രീൻ ആണോ, അതോ വേറെയും ഒത്തിരി ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഇപ്പോൾ വരുന്നത്. അതിനൊരു സിമ്പിൾ റൂളാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്ന സൺസ്ക്രീൻ ഏതാണോ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ആസ് ഐ എം ഏജിങ് എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനത്തെ സൺസ്ക്രീൻ ആയിരിക്കും? എനിക്ക് അത്ര മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്രീമി ഫിനിഷ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഞാൻ നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവരുത്, ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രേ പോലെ തോന്നരുത്, അതുപോലെ അത് നന്നായിട്ട് സ്കിന്നിലോട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യുന്നതായിരിക്കണം. അറ്റ് ദ സെയിം ടൈം SPF 50+ ആയിരിക്കണം. പിന്നെ എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് ഇറിറ്റേഷനോ ഇച്ചിങ്ങോ അങ്ങനത്തെ ഒരു ഡിസ്കംഫർട്ടും തോന്നാൻ പാടില്ല എന്നുള്ളതും എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് സ്പെസിഫിക്സ് ഉണ്ടാവും. ചിലർ എന്നോട് പറയാറുണ്ട്, എൻ്റെ സ്കിൻ ഒരുപാട് ഓയിലി ആണ്, അപ്പോൾ എനിക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ ഇങ്ങനെ ഒത്തിരി കേക്കി ആയിട്ട് തോന്നുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് SPF 50+ ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ചിലർ എന്നോട് പറയാറുണ്ട്, ചില ഡസ്കി ടോൺ ആയിട്ടുള്ളവർ പറയാറുണ്ട്, ഈ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും. അപ്പോൾ ദർ ആർ ടിൻറ്റഡ് സൺസ്ക്രീൻസ്. ചെറുതായിട്ട് ഒരു സ്കിൻ ടോൺ അനുസരിച്ച് ടിൻറ്റിങ് ഉള്ള സൺസ്ക്രീൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. വേറൊരു കോമൺ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോമൺ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്, സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോസ്മെറ്റിക് സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫാൻസി സ്റ്റോറിൽ നിന്നോ മേടിക്കുന്ന സൺസ്ക്രീൻ ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന സൺസ്ക്രീൻ മാത്രമാണോ നല്ലത്? സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ യാതൊരു ഡിഫറൻസിയേഷനും വെക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് SPF 50+ ആൻഡ് ആസ് ലോങ് ആസ് യു ആർ കംഫർട്ടബിൾ വെയറിങ് ഇറ്റ്, ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. ഹവെവർ, വരും കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ഇതുവരെയും നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ എന്തായാലും നിങ്ങളുടെ റെജിമെന്റിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ബേസിക് സ്കിൻ കെയറിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്താൽ മാത്രം പോരാ, അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും വളരെ ലോങ് ടേം ആയിട്ടും യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. സോ മേക്ക് ഷുവർ ദറ്റ് യുവർ സ്കിൻ കെയർ ഇസ് കൺസിസ്റ്റൻറ്റ്, ദാറ്റ് ഇറ്റ് ഇസ് കറക്റ്റ്, ആൻഡ് ഇഫ് യു can continue using it, you're going to be a very much better version of yourself.